चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टम् स्थापितं येन भूतले स्वयं रूपकथा मह्यम् ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलम् श्रीगुरून् वैष्णवांश्च श्रीरूपम् अग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखा अन्यदांश्च हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेशा गोपिका कांता राधा कांता नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे मूकं करोति वाचालं
മൂകം കരോമി വാചാലം പങ്കും ലംഘയതേ ഗിരിം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ യത്കൃപാതമഹം വന്ദേ യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഇന്നലെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായിരുന്നു. എന്തായിരുന്നു ആ ദിവസം? ശിവരാത്രി. ശിവരാത്രി. ആരായി ശിവൻ? മ്യൂട്ടാണ് എല്ലാരും. ഗോവിന്ദ് ഹരേ കൃഷ്ണ, സ്വാഗതം. ഹരേ കൃഷ്ണ. ആരാണ് ശിവൻ? കുളു തരാം. കുളു. മഹാദേവൻ എന്ന് വിളിക്കുന്നു. മഹാദേവൻ ദൈവമാണ്. ഓക്കെ. എന്നാലും കൈലാസത്തിൽ ഇരിക്കുന്ന ദേവനാണ് ശിവൻ. ഓക്കെ. ശിവൻ എന്താ മഹാവിഷ്ണുവിന്റെ ബ്രദറായിട്ടും വരും. കാരണം മഹാവിഷ്ണുവിന്റെ ചേച്ചിനെയാണല്ലോ ശിവന്റെ ഭാര്യ പാർവതി ദേവി. ഓക്കെ. ഓക്കെ. മഹാദേവൻ എന്ന് പറയുമ്പോൾ എന്ത് പറയും? മഹാദേവൻ. ദേവഗണങ്ങളുടെ എല്ലാം ശ്രേഷ്ഠനായ, ദേവഗണങ്ങളിൽ ശ്രേഷ്ഠനായ ഏറ്റവും പരം ദേവനാണ് മഹാദേവൻ. മനസ്സിലായില്ലേ? ദേവന്മാരില് ശ്രേഷ്ഠനായ പരം, അതാണ് മഹാദേവൻ. ഒരു കഥ പറയാം. മഹാദേവര് പാർവതി ദേവിയെ കല്യാണം കഴിക്കുന്ന സമയം. ഓക്കെ. പാർവതി ദേവിയെ കല്യാണം കഴിക്കാൻ, അതായത് പാർവതി ദേവിയുടെ കല്യാണം നിശ്ചയിച്ചു. അങ്ങനെ എല്ലാരും വരികയാണ്. പാർവതി ദേവിയാണ്. അപ്പൊ സ്വയംവരമാണ്. പാർവതി ദേവി കണ്ടിട്ട് നിൽക്കും. പക്ഷേ പാർവതി ദേവി മനസ്സിൽ ഒരാളെ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ആളെ മാത്രമേ കല്യാണം കഴിക്കത്തോളം. ആരെയാ അത്? ലോർഡ് ശിവൻ. ഓക്കെ. പക്ഷെ പാർവതി ദേവി ശിവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെങ്ങനെ ശിവനെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചത്? മഹാദേവരുടെ കഥകള് കൂടെയുള്ളവര്, കൂട്ടുകാരികളൊക്കെ, തോഴിമാര് പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ അത് ശിവനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇതേപോലെ മഹാഭാരതത്തിൽ ഒരു കഥാപാത്രമുണ്ട്. കഥകൾ പറഞ്ഞ് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ കല്യാണം കഴിക്കുന്നെങ്കിൽ ഈ ഒരാളിനെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതാരാണ്? അനഫി എന്താ പറയുന്നു? വെറുതെ പറഞ്ഞു നോക്കൂ. അചൽ കൃഷ്ണൻ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.
കുളു തരാം. കുളു ഭാഗവത സപ്താഹ കഥകളിലൊക്കെ ഒരു സ്വയംവരം എന്നൊരു പരിപാടി ചെയ്യും ഒരു ദിവസം. അന്ന് പ്രഭു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയാവോ? പാർവതി ദേവി ശിവനെ കാണാതെ തന്നെ തോഴിമാരുടെ കഥ കേട്ട് മഹാദേവരെ കുറിച്ച് കേട്ടിട്ട് മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ശിവനെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ, മഹാദേവരെ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പാർവതി ദേവി മനസ്സിൽ ഒരു സങ്കല്പമെടുത്തു, ഒരു പ്രതിജ്ഞ എടുത്തു. ഇതേപോലെ നമ്മൾ മഹാഭാരതത്തിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഭാഗവതത്തിൽ വരികയാണെങ്കിൽ, രണ്ടിടത്തുകൊണ്ട് വരികയാണെങ്കിൽ, ഇതേപോലെ ഒരാള് കൃഷ്ണനെ പറ്റി കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് കൃഷ്ണനെ കണ്ടിട്ടില്ലതാ അവര്, ഞാൻ ഇനി കല്യാണം കഴിക്കുവാണെങ്കിൽ ഞാൻ കൃഷ്ണനെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതാരാണ്? രുക്മിണി. രുക്മിണി. അപ്പം അതേപോലെ പാർവതി ദേവി മഹാദേവരെ കല്യാണം കഴിക്കാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇങ്ങനെ സ്വയംവരം അന്ന് കുറേ രാജാക്കന്മാർ വരും. അപ്പൊ ഈ രാജാക്കന്മാർ നിന്നിട്ട് അപ്പം ഓരോരുത്തരെയും നോക്കി ചോയ്സാണ്, ഇഷ്ടപ്പെട്ട ആളിനെ കല്യാണം കഴിക്കും. അങ്ങനെ ഓരോരുത്തരെയും വരുന്നത് ഇങ്ങനെ പാർവതി ദേവി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ശിവൻ മാത്രം വന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുറെ ഭൂതഗണങ്ങൾ വരുന്നത്. ഈ ഭൂതഗണങ്ങള് ഒറ്റക്കണ്ണ്, ചിലർക്ക് ഒരു കണ്ണേ ഉള്ളൂ, ചിലർക്ക് മൂക്കിന്റെ സ്ഥാനത്ത് ദ്വാരം മാത്രമേ ഉള്ളൂ, ചിലരുടെ ഒരു കണ്ണ് വയറിനകത്താണ്. അങ്ങനെ കുറെ പേര് കയറി വരുന്നു. അപ്പം പാർവതി ദേവി ചോദിച്ചു തൊഴിമാർ, ഇതാരെ ഇവരെ ഒന്നും നമ്മൾ വിളിച്ചിട്ടില്ലല്ലോ, എങ്ങനെ കയറി വരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പം തോഴിമാര് പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, ഇതിന്റെ പുറവേ ഒരാളും കൂടി ഇപ്പൊ വരും, അങ്ങേര് എവിടൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ഇവരൊക്കെ ഉണ്ടെന്ന് പറയും. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരാള് കഴുത്തേല് സർപ്പത്തെയൊക്കെ ചുറ്റി അവിടെ ഇവിടെയൊക്കെ പാമ്പിനെയൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ വരുന്നത്. പാർവതി ദേവിക്ക് പേടിയായിപ്പോയി. ഇതാരാ വരുന്നതെന്ന് ചോദിച്ചു. ഇയാളെ എന്തിനാ ഇവിടെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. അപ്പം തോഴിമാര് പറഞ്ഞു, ദേവി, അങ്ങ് ആരെയാണോ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്, ആരെയാണോ ആഗ്രഹിച്ചത്, ആ ആളാണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരാളെയാണോ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? പാർവതി ദേവി വിഷമത്തിലായി. എന്തായാലും നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ്, ആഗ്രഹിച്ചതാണ്, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കഥയുടെ നാടകത്തിന്റെ ഒരു പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട്, വിവാഹ ദിവസം. മഹാദേവര് വിവാഹ ദിവസം കല്യാണപ്പന്തലിൽ വരികയാണ്. പാർവതി ദേവിയും അവിടെ നിൽക്കുന്നവരെല്ലാവരും അന്തം വിട്ടു, സർപ്രൈസ് ആയിപ്പോയി. ഇന്നലെ കണ്ട മഹാദേവരല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇത്രയും സൗന്ദര്യമോ? ഈ ഒരു സൗന്ദര്യം ഒന്ന് കണ്ടിട്ടേ ഇല്ല. വളരെ സൗന്ദര്യമായിട്ടുള്ള അത്രയും സൗന്ദര്യം മഹാദേവർക്കുണ്ട്. ആരും ഒന്ന് നോക്കി നിന്നു പോകും. വളരെ സ്വാത്വികനാണ്, നിർമ്മലനാണ്, വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും അന്നേരെ എടുത്തു കൊടുക്കും. അതുപോലെ തന്നെ ദേഷ്യവും വരും. അപ്പം അവിടെ എന്തൊക്കെ പ്രയാസങ്ങൾ വരുമ്പോ ആ സമയത്തെല്ലാം വരങ്ങളെല്ലാം കൊടുത്തിട്ട് ആ വരങ്ങളൊക്കെ പ്രയാസങ്ങളായിട്ട് മാറുമ്പം അവിടെ രക്ഷിക്കാൻ ആര് വരുമെന്നറിയാമോ? ആരാ വരുന്നത്? ആര് വരും? സാക്ഷാൽ വിഷ്ണു വന്നു. അപ്പം ഭഗവാനും മഹാദേവരും തമ്മിൽ വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. വൈഷ്ണവാനാം യഥാ ശംഭു, ഭാഗവതത്തിൽ പറയുന്നുണ്ട്. നദികളിൽ ഞാൻ ഗംഗയാണ്, നദികളിൽ ഗംഗയാണ് ശ്രേഷ്ഠം എന്ന് പറയും.
അതുപോലെ വൈഷ്ണവരിൽ ശ്രേഷ്ഠൻ പരം വൈഷ്ണവൻ ആരാണത്? മഹാദേവർ. വൈഷ്ണവാനാം യഥാശംഭു. വൈഷ്ണവരിൽ ഏറ്റവും വലിയ വൈഷ്ണവ ഭക്തരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അത് മഹാദേവരാണെന്ന് പറയും. അതുകൊണ്ട് വൃന്ദാവനത്തില് മഹാദേവരുടെ ഒരു ക്ഷേത്രവും ഉണ്ട്. ആ കഥ അടുത്ത ആഴ്ച പറയും. അപ്പം എന്തുകൊണ്ട് ശിവരാത്രി നമ്മൾ ചെയ്യുന്നു? രാത്രി ചിലർ ഉറക്കം ഒഴിച്ചിരിക്കും എന്നൊക്കെ ചെയ്യും. എന്തിനാ? പാർവതി ദേവി മഹാദേവനെ കല്യാണം കഴിക്കാൻ വേണ്ടി വ്രതം അനുഷ്ഠിച്ചിരുന്ന. ഓക്കെ, പറയൂ. ഓക്കെ, ആദ്യം എന്താ പറയാൻ പോകുന്നത്? പാർവതി ദേവി മഹാദേവനെ കല്യാണം കഴിക്കാൻ വേണ്ടി വ്രതം അനുഷ്ഠിച്ചിരുന്ന ദിവസമാണ് ശിവരാത്രി. വർഷത്തിൽ ഒരിക്കലും മാത്രമേ വ്രതം അനുഷ്ഠിക്കത്തുള്ളൂ പാർവതി ദേവി കല്യാണം കഴിക്കാൻ. ഞാൻ പറയട്ടെ. പാലാഴി അടഞ്ഞിട്ട് ഇന്ന് മറ്റേ അമൃത് വരുന്നതിന്റെ മുന്നേ സർപ്പത്തിന്റെ വിഷം വരുമ്പോ മഹാദേവരെ എടുത്ത് കുടിക്കുമ്പോ ഭൂമിയിൽ പതിക്കുമ്പോ അത് ഭൂമിനെ നശിപ്പിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് മഹാദേവരെ എടുത്ത് കുടിക്കുമ്പോ പാർവതി ദേവി കഴുത്തുമേൽ പിടിക്കും, മഹാവിഷ്ണു വായ പൊത്തുകയും ചെയ്യും. അപ്പൊ അന്ന് രാത്രി മുഴുവനും പാർവതി ദേവി ഉറക്കം ഒഴിച്ച് പിടിച്ചോണ്ടേയിരിക്കും. ഓക്കെ, ശരി. ഇനി ആർക്ക് പറയാം? അനവി. ഒരു വലിയ സീല് റോഡ് പാലാഴി കടഞ്ഞ് ഒരു വിഷം കിട്ടിയിരുന്നു. ആ വിഷം നേരെ മഹാവിഷ്ണുവിന് കൊടുത്തു. അപ്പൊ മഹാവിഷ്ണുവിന് പറഞ്ഞു മഹാദേവന്റെ കയ്യിൽ കൊടുക്കാൻ. അപ്പൊ മഹാദേവന്റെ കയ്യിൽ കിട്ടിയപ്പോ വിഷ്ണു പറഞ്ഞു എടുത്ത് കുടിച്ചോളാൻ. അങ്ങനെ എടുത്ത് കുടിക്കാൻ പോയപ്പോൾ കുടിച്ചിട്ട് പാർവതി ദേവി വന്നിട്ട് കഴുത്തി കയറി പിടിച്ചു. ഹസ്ബൻഡ് അത് കുടിച്ചിറക്കാതെ അതിന്റെ കഴുത്തി കയറി പിടിച്ചു. പിന്നെ തുപ്പാൻ പോയപ്പോ മഹാവിഷ്ണു കൊണ്ട് വാക്കത് പിടിച്ചു. അങ്ങനെ ബോഡി ഫുള്ള് ബ്ലൂ ആയി. അപ്പം മയക്കം വന്നു. അങ്ങനെ അപ്പൊ എല്ലാരും കൂടി പ്രാർത്ഥിച്ച് പാർവതി ദേവിയും എല്ലാരും കൂടി ഉറങ്ങാതിരുന്നു. ആരെ പ്രാർത്ഥിച്ചു? പ്രാർത്ഥിച്ചോണ്ടിരുന്നു ഉറങ്ങാതെ. ആരെ പ്രാർത്ഥിച്ചു? ശിവനെ പ്രാർത്ഥിച്ചു. പാർവതി ദേവി ശിവന്റെ കഴുത്തെ പിടിച്ചത് കൊണ്ടാണോ മനോജി അമ്മ കഴുത്തെ പിടിക്കുന്നത്? ഇല്ലേ? നാളെ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഇല്ലേ? പാർവതി ദേവി കഴുത്തെ പിടിക്കുന്നു, അതുകൊണ്ടാണ് ഞാനും കഴുത്തെ പിടിക്കുന്നത്, അല്ലേ? അതെ, അല്ലേ? ശരി, അന്ന് തുടങ്ങിയതാണ് ഈ പരിപാടി, അല്ലേ? അപ്പം ഭക്തി ഉണ്ടായത് കൊണ്ട് പിടിക്കുന്നതാ, അല്ലേ? മഹാദേവരെ ഓർമ്മിച്ചു കഴിഞ്ഞാൽ ഉടനെ വന്ന് പിടിക്കുക, അല്ലേ? കഴുത്തേ കയറി, അല്ലേ? അപ്പം
ഗോവിന്ദ് പറയൂ. ഹരേ കൃഷ്ണ. അപ്പോഴ് ഏകദേശം എല്ലാവരും പറഞ്ഞതെല്ലാം ശരിയാണ്, കൃത്യമാണ്. ഇവിടെ അസുരന്മാരും ദേവന്മാരും എല്ലാം ചേർന്ന് പാലാഴിയിൽ നിന്ന് അമൃത് കടയുകയാണ്. ഈ അമൃത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മറുത് കഴിച്ചു കഴിഞ്ഞാൽ മരണമില്ല. അതായത് മരണമില്ലെന്നുള്ളതല്ല, ഒരുപാട് വർഷം ജീവിക്കാൻ കഴിയും. അതാണ്. ഓക്കെ, ഒരുപാട് ആയുസ് കിട്ടും. അപ്പൊ അവിടെ ഏതിനൊരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവും, ശരിയല്ലേ? പെട്രോളിയത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ഏതാ ഏറ്റവും ലാസ്റ്റില്? എന്തോന്നായിരുന്നു സാർ? പെട്രോളിയത്തിന്റെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റില് വരണമുണ്ട്. അതൊരു വേസ്റ്റ് ആണ്. ഇതെല്ലാം വേസ്റ്റ് ആണ് ഈ ടാർ എന്ന് പറയുന്നത്. പിന്നെ ഈ ടാറിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ആർക്കും വേണ്ടാത്ത സാധനം നമ്മൾ മലയാളികൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റോഡിലേക്ക് വലിച്ചെറിയും, ഇല്ലേ? അതല്ലേ നമ്മൾ ചെയ്യുന്നത്. വേസ്റ്റ് ഡ്രമ്മിൽ കൊണ്ടിടത്തില്ലല്ലോ, ആരും കണ്ടില്ല, ഇട്ടിട്ട് പോകും, അല്ലേ? ഇങ്ങനല്ലേ? ഇങ്ങനെ പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് പോയിട്ട് ഇങ്ങനെ നോക്കും, ആ ഡ്രമ്മ് അവിടെ വരെ നടക്കണോ? ഓ വേണ്ട, ഇങ്ങനെയും നോക്കിയിട്ട് അത് ഇട്ടിട്ടങ്ങ് പോകും, അല്ലേ? ഇവിടെ അപ്പൊ അതുപോലെ ടാറിനെ എടുത്ത് റോഡിലാക്കി, അങ്ങനെ റോഡ് ചെയ്യാൻ ടാർ യൂസ് ചെയ്തു, അല്ലേ? ഇവിടെ അതുപോലെ അമൃത് കടഞ്ഞെടുത്തപ്പോൾ അതിന്റെ ലാസ്റ്റിൽ വന്ന ഫിൽട്ടർ ചെയ്ത് വന്നൊരു സാധനമാണ് ഈ വിഷം എന്ന് പറയുന്നത്. ആ വിഷത്തിന്റെ പേരാണ് പോയിസൺ ആണ്. ഈ പോയിസന്റെ പേരാണ് കാളകൂട വിഷം. കാളകൂടം. ഇത് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിൽ നിന്ന് മാത്രമല്ല ദേവലോകത്ത് പതിക്കും, ദേവലോകത്ത് നിന്ന് ഭൂമിയിൽ പതിക്കും. മനസ്സിലായി? 3 ലോകങ്ങളിലും ഈ കാളകൂട വിഷം പതിക്കും. എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോകും. ദേവന്മാരെല്ലാം ഭയന്നു പോയി. അപ്പൊ എന്ത് ചെയ്തു? ദേവന്മാര് ചെന്നിട്ട് മഹാവിഷ്ണുവിനെ കാണും. വിഷ്ണുവിനെ കണ്ടിട്ട് പറയും, കൃഷ്ണ, വിഷ്ണു ഭഗവാനെ, വരാൻ പോകുന്നത് വലിയൊരാപത്താണ്. കാളകൂട വിഷം വന്നു തുടങ്ങി. ഇത് ദേവലോകത്ത് പതിച്ചു കഴിഞ്ഞാൽ നാശമായിരിക്കും, ലോകത്തിന് നാശമായിരിക്കും റിസൾട്ട്. അത് അങ്ങേക്ക് അറിയാവുന്നതല്ലേ, ഒരു സൊല്യൂഷൻ കണ്ടേ മതിയാവൂ എന്ന് പറയും. അപ്പോഴും കൃഷ്ണൻ ചിരിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ശിവനെ വിളിക്കും. എന്ത് അഡ്വഞ്ചറസ് ഉണ്ടോ അന്നേരം കൃഷ്ണൻ എന്ത് ചെയ്യും? നേരെ പോയി ശിവനെ വിളിച്ചുകൊണ്ട് വരും. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തും ചലഞ്ചും ഏറ്റെടുക്കാൻ ചെയ്യാൻ പറ്റുന്ന ശേഷിയുള്ള ഒരാളാണ് ആര്? മഹാദേവൻ. നേരത്തെ ശിവന്റെ തലയിൽ എങ്ങനെയാ ഗംഗ വന്നത്? നമ്മൾ നോക്കുമ്പോൾ ഒരു ഗംഗ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അത് തങ്ങളുടെ ഗംഗ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശിവന്റെ തലയിൽ നിന്ന് ശിവന്റെ തലയിൽ നിന്ന് ഇങ്ങനെ ഗംഗ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്തിനാ? വെറുതെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം. നേരെ ഓർമ്മയില്ല, പക്ഷെ ആരുടെയോ കാലിലെ പെരുവിരല് തട്ടിയിട്ട് വെരി ഗുഡ്, വെരി ഗുഡ്. വെള്ളം വന്നു. അപ്പൊ മഹാദേവൻ വെരി ഗുഡ്, എടുത്തു. വെരി ഗുഡ്. ആരുടെയോ കാലിൽ നിന്ന്. ഇനിയിപ്പോ ആരാന്നുള്ളതാണ് ഇനി നമുക്ക് മഹാവിഷ്ണുവിന്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഓർമ്മയില്ല. വെരി ഗുഡ്. പക്ഷെ ഇനിയിപ്പോ ആരുടെ കാലാണ്? നിവേദ് പറഞ്ഞു ആരുടെയോ കാലിൽ നിന്ന് തട്ടിയിട്ട് വെള്ളം ഇങ്ങനെ വന്നോണ്ടിരുന്നു. ആരുടെ കാലാണത്? വാമനനാണ്. വാമനൻ. വാമനൻ.
വരിക. വാമന അവതാരത്തിൽ വാമന ഇങ്ങനെ വലുതായി മൂട്ടനായി ഭയങ്കര ഹൈറ്റ്. അപ്പം ആനയെ ഉറുമ്പും പോലെ ഇങ്ങനെ നിൽക്കും. അപ്പം കാലെടുത്ത് വെക്കുമ്പോൾ കാലിന്റെ നഖം മേരുപർവ്വതത്തിൽ കൊണ്ടു. മേരുപർവ്വതത്തിൽ കൊണ്ടിട്ട് അവിടുന്ന് ജലം ഉത്ഭവിക്കാൻ തുടങ്ങി. ഭയങ്കര ശക്തി. ഈ വെള്ളത്തെ ദേവലോകത്താണ് നടക്കുന്നത്, ഓർമ്മയിരിക്കണം. ഈ വെള്ളത്തെ ഭാഗീരഥ മഹർഷി എന്ത് ചെയ്തു? വലിയൊരു മഹർഷിയാണ് ഭാഗീരഥൻ. ഈ ഭാഗീരഥം, അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞ ഭാഗീരഥ പ്രയത്നം എന്നൊക്കെ നമ്മൾ പറയുന്നത്, മലയാളത്തിൽ പറയും. ഭാഗീരഥ മഹർഷി ഈ വെള്ളത്തെ അവിടെ എല്ലാം കൊണ്ടുപോയി. പക്ഷേ അവസാനം കൺട്രോൾ ചെയ്യാൻ പറ്റാതായിപ്പോയി. അവസാനം ഭാഗീരഥനും കൈവിട്ടു. ഈ വെള്ളം ഒഴുകി വരികയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഗംഗയ്ക്ക് ഭയങ്കര ശക്തിയാണ്. ഗംഗ നിശ്ചലമായി ഒഴുകുന്നെങ്കിലും ഇടയ്ക്ക് പെട്ടെന്ന് വളരെ ശക്തിയായിട്ട് വരും. ഏറ്റവും ഭയങ്കര ശക്തിയാണ്. അങ്ങനെ ദേവലോകം മൊത്തവും ഒഴുകി വന്ന് ഇനി വരാനുള്ളത് ഭൂമിയിലേക്കാണ്. ദേവലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പതിച്ചു കഴിഞ്ഞാൽ പോയി, ഭൂമിയെല്ലാം വെള്ളത്തിലാവും. ചെറിയൊരു പ്രളയം നമ്മൾ കണ്ടതാണ്, ഫ്ലഡ് ഇല്ലേ, 2 വർഷം മുമ്പ് അല്ലേ? എന്ത് സംഭവിച്ചു? ഇത് അതിനെക്കാട്ടിയൊക്കെ എത്രയോ 1000 മടങ്ങാണ്, ഇരട്ടിയാണ് ഇതിന്റെ ശക്തി. എല്ലാവരും പേടിച്ചുപോയി. അപ്പോഴും പേടിച്ചവരെല്ലാം ആരുടെ അടുത്ത് വന്നു? വിഷ്ണു. അപ്പൊ ഈ 2 കാര്യത്തിൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? നമുക്ക് എന്തെങ്കിലും പേടി വന്നു കഴിഞ്ഞാൽ, ഭയം വന്നു കഴിഞ്ഞാൽ, പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ സൊല്യൂഷന് വേണ്ടിയിട്ട് ആരുടെ അടുത്ത് വരണം? മഹാവിഷ്ണുവിന്റെ അടുത്ത് വരണം. ഉത്തരം ക്ലിയർ അല്ലേ? ഇപ്പോഴ് വന്നിട്ട് പറഞ്ഞു, ഉടനെ വീണ്ടും ആരെ വിളിച്ചു? മഹാദേവനെ വിളിച്ചു. ഇതാണ് കൃഷ്ണൻ എപ്പോഴും ഏത് ചലഞ്ചും ഉണ്ടെങ്കിൽ മഹാദേവനെയാണ് വിളിക്കുന്നത്. വേറെ ആരെയും വിളിക്കത്തില്ല. 33 കോടി ദേവന്മാരുണ്ട്. 33 കോർ ദേവാസ്. എല്ലാരെയും മാറ്റി വെച്ചിട്ട് ഭഗവാൻ ആരെ വിളിക്കും? ശിവനെ വിളിക്കും. ശിവ, ശംഭു, മഹാദേവ അവിടെ വരാൻ പറയും. മഹാദേവൻ അതുപോലെ വരും. ഒരു ക്വസ്റ്റ്യനും തിരിച്ചു വെക്കത്തില്ല. എന്തിനാണ്, എങ്ങനാണ്, ഞാൻ എന്തിനു ചെയ്യണം, മറ്റുള്ളവരിൽ ഒന്നും മഹാദേവർ ചോദിക്കത്തില്ല. ആ ഒരു പേഷ്യൻസ് ആണ് നമുക്ക് വേണ്ടത്. ആ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഭീമനും മഹാഭാരതത്തിൽ നോക്കുമ്പോൾ ഭീമനും അതുപോലെയായിരുന്നു. ഭീമനും അതുകൊണ്ട് തന്നെ അർജുനനേക്കാൾ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭീമനോടായിരുന്നു ഭഗവാൻ. ഒരു കാര്യവും എതിർത്ത് ചോദിക്കത്തില്ല. എന്തിനങ്ങനെ ചെയ്യണമെന്നൊന്നും ഭീമൻ ചോദിക്കത്തില്ല. ഭഗവാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ ഭീമൻ ചെയ്യും. അപ്പൊ അതുപോലെ മഹാദേവര് ഭഗവാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ. ശരി, അപ്പൊ എന്താ പറഞ്ഞത്? ഇവിടെ വരൂ മഹാദേവൻ, ഇവിടെ വരൂ. ഗംഗ ഇങ്ങനെ ദേവലോകത്തിറങ്ങി ഭഗീരഥനെയും വിട്ടിട്ട്, കയ്യിൽ നിന്ന് പോയി വിട്ടിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഭൂമിയിലേക്ക് പതിക്കാൻ പോവുകയാണ്. അപ്പൊ ഭൂമിയിലേക്ക് ഇങ്ങനെ പതിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങയുടെ തല വെച്ചു കൊടുക്കാൻ പറഞ്ഞു. മഹാദേവർ അവിടെയും ഒന്നും വേണ്ടിയില്ല. ഭഗവാൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് തല ഇങ്ങനെ വെച്ചു കൊടുത്തു. ഗംഗാനദി മഹാദേവരുടെ തലയിൽ വീണിട്ട് അവിടെ നിന്ന് ഫോഴ്സ് കുറയും, സ്റ്റെപ്പ് ഡൗൺ ആവും. ട്രാൻസ്ഫോമർ കണ്ടിട്ടില്ലേ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതായത് വോൾട്ടേജ് കൂട്ടുകയും വോൾട്ടേജ് കുറയ്ക്കുകയും ചെയ്യും അല്ലേ? AC യെ DC ആക്കാം, DC യെ AC ആക്കാം അല്ലേ? ശരിയല്ലേ? അതുപോലെ AC യെ DC ആക്കി വിട്ടു. ആര്? മഹാദേവരുടെ തലയിൽ വന്നപ്പോഴത്തേന് അതിന്റെ ഫോഴ്സ് കുറഞ്ഞു. എന്നിട്ട് ഈ ഗംഗ ഭൂമിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അതുപോലെ ഇവിടെയും സൊല്യൂഷൻ കൊടുത്തു. മഹാദേവ, അങ്ങേക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, ഈ വരുന്ന പോയിസൺ, ഈ കാളകൂടം വിഷമെല്ലാം എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. ഓക്കെ, മഹാദേവർ ഒന്നും പറഞ്ഞില്ല, അതുപോലെ തന്നെ പോയി. മഹാദേവര് പോയിട്ട്
ഈ കാളകൂട വിഷം കൈകൊണ്ട് എടുക്കുകയാണ്. അങ്ങനെ വരുന്നു, ഈ കൈകൊണ്ട് പിടിക്കുന്നു. ആ കൈകൊണ്ട് പിടിക്കുന്നത് വേറെ ഒരു പാത്രത്തിലും ഒഴിക്കുന്നില്ല, ഇങ്ങനെ വന്നിട്ട് ഡയറക്റ്റ് ഇങ്ങനെ വന്ന് ഒഴുകി കുടിക്കുകയാണ്. പാർവതി ദേവി പേടിച്ചുപോയി. എന്താ ചെയ്യാൻ പോകുന്നത്? എന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണോ? ശിവ, എന്തിനിങ്ങനെ ചെയ്യണം? എത്ര പേര് നോക്കി നിൽക്കുന്നു, അങ്ങ് മാത്രം എന്തിനാണ് ഇത് കുടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പാർവതി ദേവി ചെന്നിട്ട് ഞാൻ അങ്ങോട്ട് പിടി, കുടിക്കരുത് 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 കുടിക്കരുത്, തുപ്പ് തുപ്പ് എന്ന് പറഞ്ഞു. മഹാദേവർ ചിരിച്ചുകൊണ്ട്, ഇവിടെ മഹാവിഷ്ണു വന്നിട്ട് വായിലൊന്നും പൊത്തിപ്പിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പം മഹാദേവർക്കറിയാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന കാര്യം. ഇത് ആര് പറഞ്ഞതാണ്? മഹാവിഷ്ണു പറഞ്ഞിട്ട് കുടിച്ചതാണ്, നമ്മുടെ ഇഷ്ടത്തിനല്ല. അവിടെയാണ് ദ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി നമ്മൾ നേരത്തെ പറഞ്ഞത്. പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നതിന് അതിന് ഒരു ക്ലെയിമും വരത്തില്ല. അതായത് നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഒരാളെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പനിഷ്മെന്റ് ഇല്ലേ? നമ്മൾ ഒരാളെ ഷൂട്ട് ചെയ്ത് ഇല്ലേ, പനിഷ്മെന്റ് ഇല്ലേ? എന്തുകൊണ്ട് പനിഷ്മെന്റ് വന്നു? തെറ്റാണ്. ഓക്കെ, ഇതേ സംഭവം കോർട്ടിലിരിക്കുന്ന ജഡ്ജി പറഞ്ഞു ഇയാളെ കൊല്ലാൻ പറഞ്ഞു. ജഡ്ജിക്ക് പനിഷ്മെന്റ് ഉണ്ടോ? എന്താ? ഒരേ ഒരു തെറ്റ്, സെയിം. അതായത് ഒരാൾ ഒരു കുറ്റം ചെയ്തു, ഈ കുറ്റം ചെയ്തതിന് ഞാൻ പോയി ഒരാളെ കൊന്നു. ഇതേ കുറ്റം, അപ്പം നീ എന്തിനാ കൊന്നെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് ജയിലിലിട്ടു. ഓക്കെ, ഇതേ കുറ്റം ചെയ്ത ആളെ കോർട്ടിലിരിക്കുന്ന ജഡ്ജി പറഞ്ഞു ഇവനെ പിടിച്ച് കൊല്ലാൻ പറഞ്ഞു. ജഡ്ജിക്ക് ജയിലിലാവണ്ട. അതെന്താ അങ്ങനെ? ഡ്യൂട്ടി ആയോണ്ട്. അതെന്താ അങ്ങനെ? ഞാനും ചെയ്ത്, ജഡ്ജി പറഞ്ഞത് തന്നെയല്ലേ ഞാനും ചെയ്തത്. ജഡ്ജിന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി ചെയ്തത്. ജഡ്ജിന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല. അതേസമയം ഞാൻ ചെയ്തത് എന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി അല്ല, അല്ലേ? അതുപോലെ ഇവിടെ മഹാദേവര് ഭഗവാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല. അതുകൊണ്ട് അവിടെ ഒരു പ്രൊട്ടക്ഷൻ, സേഫ്റ്റി ഭഗവാൻ കൊടുത്തുകൊള്ളും. ഇത് പാർവതി ദേവിക്ക് അറിയില്ല, മഹാദേവർക്കറിയാം. മഹാദേവൻ അങ്ങനെ കുടിച്ചു. പിന്നെ ഡയറക്റ്റ് മെഡിറ്റേഷനിൽ പോയി. എല്ലാവരും വിചാരിച്ചു, ഹോ എന്താ ചെയ്യുക, വിഷവും കുടിച്ചു, വീണ് കിടക്കുന്നു, കൃഷ്ണ, വിഷ്ണു, വാസുദേവ, എന്താ ചെയ്യുന്നത്? എന്റെ ഭർത്താവ് മരിക്കാൻ പോകുന്നു എന്ന് പാർവതി ദേവി വിളിച്ച് കരയാൻ തുടങ്ങി. കൂടെ മഹാദേവരുടെ ഭക്തന്മാരെല്ലാം കരയാൻ തുടങ്ങി. ഇതെന്താ ഇത്? അവസാനം അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേന് മഹാദേവര് ആളെ ഭയങ്കര ശക്തിമാനാണ് കേട്ടോ. ഫോട്ടോ കണ്ടിട്ടില്ലേ? നല്ല മസിൽ, നല്ല ജിംനാസ്റ്റിക് ഒക്കെ പോയിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ശക്തിയാണ് അല്ലേ? കണ്ടിട്ടില്ലേ? ശിവതാണ്ഡവ നൃത്തം കാണണം. ഭൂമിയെല്ലാം കുലുങ്ങും, ഹിമാലയം എല്ലാം കുലുങ്ങി ഭൂമിയെല്ലാം പതറിപ്പോകും. അത്ര വലിയ നൃത്തമാണ് ശിവന്റെ താണ്ഡവം. അവിടെ മഹാദേവര് അത് കഴിച്ചതിന് ശേഷം ഭഗവാനെ സ്മരിച്ചു. മഹാദേവർ എപ്പോഴും മെഡിറ്റേഷനിലാണ്. എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ മഹാദേവര് കണ്ണു തുറന്നതായിട്ട്? ഏതെങ്കിലും ഫോട്ടോയിൽ കാണുന്നുണ്ടോ? എല്ലായിടത്തും മഹാദേവര് മെഡിറ്റേഷൻ, ധ്യാനത്തിലാണ് ഇരിക്കുന്നത്. ആരെയാണ് ധ്യാനിക്കുന്നത്? വിഷ്ണുവിനെ. അങ്ങനെ മഹാദേവർ ആ മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് കണ്ണു തുറന്നപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത്. അങ്ങനെ മഹാദേവരും ഭഗവാനും തമ്മിൽ വളരെ വലിയൊരു ബന്ധം, ഭയങ്കര ഒരു ബന്ധമാണ്.
ഒരിക്കലും മഹാദേവരിൽ നിന്ന് ഭഗവാനെ മാറ്റിവെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മഹാദേവരിൽ നിന്ന് ഭഗവാനെയും മാറ്റിവെക്കാൻ പറ്റത്തില്ല, ഭഗവാനിൽ നിന്ന് മഹാദേവരെയും മാറ്റിവെക്കാൻ പറ്റില്ല. എപ്പോഴും അവർ തമ്മിൽ വളരെ വലിയൊരു ബന്ധമാണ്. മഹാദേവർ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഭഗവാനെടുത്ത് ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പം ആ ഒരു ദിവസത്തെയാണ് ശിവരാത്രി എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. അപ്പം ഇതാണ്. ഇനിയിപ്പോ എല്ലാവരോടും കഥ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ശിവരാത്രി എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കില്ലേ? പറഞ്ഞു കൊടുക്കണം. അപ്പം ഇതാണ് ശിവരാത്രി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മള് കഴിഞ്ഞ ആഴ്ച ശ്ലോകം പഠിച്ചത് ഏതായിരുന്നു? ആർക്ക് ചെല്ലാൻ പറ്റും? കാണാതെയാണോ പ്രഭു? കാണാതെയോ കണ്ടോ ഒക്കെ ആര് ചെല്ലാൻ പറ്റും? ഞാൻ പറഞ്ഞു. ഓക്കെ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തദ്ദത്താൻ അപ്രദയേഭ്യോ യോ ഭുങ്ക്തേ തേന ഏവ സഹ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇനി ആർക്ക് ചെല്ലാൻ പറ്റും? ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ തേന ഏവ സഹ. ഹരേ കൃഷ്ണ. അടുത്തത് ആര് ചെല്ലും? ഹരേ കൃഷ്ണ. ചെല്ലുക. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ തേന ഏവ സഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആർക്ക് ചെല്ലാൻ പറ്റും? പ്രഭു ഞാൻ ചൊല്ലട്ടെ? ഓ. ഹരേ കൃഷ്ണ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്ത്യേ യജ്ഞഭാവിതഃ തേ ദത്തൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ തേന ഏവ സഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ഞാൻ ചൊല്ലട്ടെ? ഓ യെസ്. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ തേന ഏവ സഹ. വെരി ഗുഡ്. ഹരേ. ഞാൻ ചൊല്ലട്ടെ? യെസ്, ചൊല്ലിക്കോളൂ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ തേന ഏവ സഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇനി ആര് ചെല്ലും? ഞാൻ ചൊല്ലാം. യെസ്. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ തേന ഏവ സഹ. വെരി ഗുഡ്. ഇനി ഋഷികേശാണോ? ആ, ഞാൻ ചാറ്റിലുണ്ട്. ഓക്കെ. ചെല്ലിയോ? ആ, ചെല്ലിക്കോളൂ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തേ ദത്താ അപ്രദയേഭ്യോ യോ ഭുങ്ക്തേ തേന ഏവ സഹ. യോ ഭുങ്ക്തേ തേന ഏവ സഹ. ഓക്കെ. എനിക്ക് ഒരു കാര്യം ചോദിക്കണം. ഞാനൊരു സോങ് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ? ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്.
ഞാൻ ചെല്ലണോ? ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവ ദാശന്യേ യജ്ഞ ഭാവിത തേ ദത്താ പ്രദേയഭ്യോ യോ ഭക്തി േവ സഹ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഓക്കെ, ഇനി ആര് ചെല്ലണം? നിവേദ ചെല്ലിയായിരുന്നു. ഇല്ല. ഇഷ്ടാൻ ഭോഗാൻ ഹി ഭൂദേവ ദാസ്യന്തെ യജ്ഞ ഭാവിതാഃ തേ ദത്താന പ്രദായേഭ്യോ യോ ഭുങ്ക്തേ തേന ഏവ സഹ. ഹരേ കൃഷ്ണ. ദേവദർശ്. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തെ യജ്ഞ ഭാവിതാഃ തേ ദത്തൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ തേന ഏവ സഹ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പം നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ശ്ലോകം ചെല്ലാം. അടുത്ത ആഴ്ച നമുക്ക് ജസ്റ്റ് പറയാം എങ്ങനെയാണ് മഴയുണ്ടാകുന്നത്, മഴ മൂലം എങ്ങനെയാണ് നമുക്ക് ഫലങ്ങൾ ഉണ്ടാകുന്നത് ഒക്കെ, അതിനെക്കുറിച്ചൊക്കെ. ഓക്കെ, ഇവിടെ ഇനി നമുക്ക് അടുത്ത ബ്രീത്ത് എക്സസൈസ് ചെയ്യാം. ബ്രീത്ത് കൗണ്ട്, മെഡിറ്റേഷൻ. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ ആരോ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയാ ചെയ്യാന്ന് പറഞ്ഞു. കിസ് ചെയ്യാമെന്ന് പറഞ്ഞെന്നോ, ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. ആ ഗോവിന്ദ് പറഞ്ഞിരുന്നല്ലേ? ഗോവിന്ദ് ഓക്കെ, പിന്നെ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്. പിന്നെ വേറെ ആരാ ചെയ്യാന്ന് പറഞ്ഞത്? വേറെ ആരോ എന്തോ ചെയ്യാന്ന് പറഞ്ഞായിരുന്നല്ലോ, പാടാമെന്നോ ഒക്കെ പറഞ്ഞിരുന്നല്ലോ. എല്ലാരും മറന്നുപോയോ? ഒരാഴ്ചയാകുമ്പോ പെട്ടെന്ന് മറന്നുപോകില്ലേ? ഓക്കെ, എന്തായാലും ബ്രീത്ത് കൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇന്നാര് പാടും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? സർ ഞാൻ ഓർമ്മതല്ല, അതെ ഇൻ ബിറ്റ്വീൻ എക്സാംസും ഉണ്ട്. അതാ. നോ ഇഷ്യൂ, നോ ഇഷ്യൂ, നോ ഇഷ്യൂ, നോ ഇഷ്യൂ. എന്റെ എക്സാം കഴിഞ്ഞു 3 days കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് സ്കൂളിൽ പിന്നെ തോന്നുന്നു. ആഹാ, നോ ഇഷ്യൂ. പക്ഷെ പാടുന്നതിനൊന്നും പ്രിപ്പറേഷൻ ആവശ്യമില്ലല്ലോ, എല്ലാവരും എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്കറിയാം എന്തൊക്കെയാണെന്ന് കേട്ടിട്ട് കാണിച്ചു. അപ്പം ഒന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ബ്രീത്ത് കൗണ്ട് അല്ലേ? ഓക്കെ, എത്ര പേര് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്? യെസ്. ബ്രീത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാല് നമ്മുടെ ചെസ്റ്റ് എക്സ്പാൻഡ് ആവും. ഒരു ജിമ്മിനും പോകേണ്ട ആവശ്യമില്ല, ഒരു യോഗയ്ക്കും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ നിന്നിട്ട് ബ്രീത്ത് നമ്മൾ 38 ടൈംസ് ഇതേപോലെ ചെയ്തു കഴിഞ്ഞാല് ചെസ്റ്റ് നല്ലൊരു എക്സ്പാൻഷൻ വരും. അതുപോലെ ബ്രെയിൻ ഒരു വൈബ്രേഷൻ വരും. നമ്മുടെ ബ്രീത്തിന് ഇസ്നോഫീലിയോ അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് വളരെ ഇതാണ്, ഇത് വലിയൊരു മെഡിറ്റേഷൻ ആണ്. മൂക്കിന്റെ ഹോളൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് വളരെ നല്ലതുപോലെ ശ്വസിക്കാൻ പറ്റും. അതുപോലെ പ്യൂരിഫൈ ആവും, പ്യൂരിഫൈഡ് എയർ നമ്മൾ ശരീരത്തോട്ട് കിട്ടും. പല അസുഖങ്ങളും, ചെറിയ ചെറിയ അസുഖങ്ങളെല്ലാം മാറും. ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കണ്ടംപനേറ്റഡ് അറ്റ്മോസ്ഫിയർ കൊണ്ടാണ്. ശരിയല്ലേ? അടുത്തൊരു ഹെൽത്ത് സ്റ്റഡിയാണ്, മാസ്ക് വെച്ചതിന് ശേഷം പേഷ്യൻസ് കുറഞ്ഞു. എന്തുകൊണ്ടാ കുറഞ്ഞത്? എന്തുകൊണ്ട് കുറഞ്ഞു? മൂക്ക് കൂടിയാണ് കയറുന്നത്. ഇവിടെയാണ്. അപ്പൊ നമ്മളെപ്പോഴും ക്ലീൻ ആയിരിക്കണം. നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, നമ്മുടെ സമ്പ്രദായം ഉണ്ടായിരുന്നു, നമ്മുടെ ഫെയ്ത്ത് അനുസരിച്ചിട്ട്, സനാതന ധർമ്മം അനുസരിച്ചിട്ട് നമ്മുടെ സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ വരുമ്പോൾ കുളിച്ചിട്ട് മാത്രമേ വീട്ടിനുള്ളിൽ കയറുകയുള്ളൂ, കുളിച്ചിട്ട് മാത്രമേ അടുക്കളയിൽ കയറുകയുള്ളൂ.
എന്തെങ്കിലും ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കിച്ചണിൽ പാകം ചെയ്യുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒന്നും ചെയ്യത്തില്ല. പുറത്തുപോയി നമ്മൾ ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രമേ തിരിച്ച് കിച്ചണിലേക്ക് വരത്തുള്ളൂ. ആഹാരം കഴിക്കുന്നത് തന്നെ വളരെ ശുദ്ധിയോടെ ആയിരിക്കും, കുളിച്ചിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ സൂര്യ നമസ്കാരം പോലുള്ള യോഗകൾ നമ്മൾ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്ത് രോഗികളും കുറവായിരുന്നു, രോഗങ്ങളും കുറവായിരുന്നു. ആരോഗ്യപരമായ ഒരു ഹെൽത്തി ലൈഫായിരുന്നു സനാതന ധർമ്മം അനുസരിച്ചിട്ട്, നമ്മുടെ ഭാഗവത ധർമ്മം അനുസരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 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 അതെല്ലാം അങ്ങ് പോയി ഇല്ലേ? കിടന്നുറങ്ങിയിട്ട് അങ്ങനെ വന്നിട്ട് ഡയറക്റ്റ് കിച്ചണിലോട്ട് പോകും. എത്ര ഡേർട്ടിയാണ് ഇത്. നമ്മള് കിടന്നുറങ്ങുമ്പം നമ്മുടെ ബോഡിയിലെ എല്ലാ പോയിസൺസും, അകത്തുള്ള പോയിസൺസ് എല്ലാം പുറത്തു വരും. പുറത്തു വന്ന് നമ്മളെല്ലാം കണ്ടമിനേറ്റഡ് ആണ്. അതേ ബോഡിയുമായിട്ട് കിച്ചണിൽ കയറുമ്പം അതേ പോയിസൺ ഈ ഫുഡിലും വരും. എല്ലാരും അങ്ങനെയല്ല ചെയ്യുന്നത്. രാത്രി ഞാൻ തലയിലൊക്കെ പിടിച്ച് മുടിയൊക്കെ ഇങ്ങനെ പിടിച്ചു കെട്ടിട്ട് ഇങ്ങനെ കണ്ണ് തിരുമ്മിക്കൊണ്ട് നേരെ കിച്ചണിൽ പോയിട്ടൊരു വെള്ളം എടുത്ത് അങ്ങോട്ട് വെക്കും, ചായ കുടിക്കണം ഇല്ലേ? അങ്ങനല്ല, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഭഗവാനെ ഒന്ന് ദർശിച്ചിട്ട് പോയി നമ്മൾ കുളിച്ച് ഭംഗിയായിട്ട് വന്നിട്ട് ഭഗവാന് വിളക്കെല്ലാം കൊളുത്തി നേരെ കിച്ചണിലേക്ക് പോകുമ്പം അവിടെ ഒരു ശുദ്ധി വന്നു, പ്യൂരിഫിക്കേഷൻ വന്നു. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കുളിച്ച വന്നിട്ട് നെയ് വിളക്ക് കൊളുത്തുമ്പോൾ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ ഫിൽട്ടർ ആവും. മനസ്സിലായോ? അറ്റ്മോസ്ഫിയർ ഫിൽട്ടർ ആവുമ്പോൾ എല്ലാ നെഗറ്റീവ് എനർജിയും പോയി, അവിടെ ഒരു പോസിറ്റീവ് എനർജി വന്നു. പോസിറ്റീവ് എനർജിയിൽ ഒരു ആഹാരം പാകം ചെയ്യുമ്പോൾ ആ ആഹാരത്തിനും പോസിറ്റീവ് എനർജി ഉണ്ടാവും അല്ലേ? അപ്പം ഇതൊക്കെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നതാണ്. എപ്പോഴേക്കോ മാറിപ്പോയി, എല്ലാവരും മറന്നുപോയി. ജോലി ചെയ്യണം, ജോലി ചെയ്യാൻ സമയമുണ്ട്, എനിക്ക് വേറെ ഒന്നിനും സമയമില്ല. ഓഫീസിൽ വന്നു കഴിഞ്ഞാലും പേപ്പർ വർക്കുകളാണ്, അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. വൈഫിന് എപ്പോഴും കിച്ചണിൽ പോകണം, പിന്നെ ഓഫീസിൽ പോകണം, പിന്നെ കുട്ടികളുടെ കാര്യം നോക്കണം. അതുകൊണ്ട് ഭഗവാനെ നോക്കാനേ സമയമില്ല. ഭഗവാൻ എനിക്ക് എല്ലാം അറിയാം. ഭഗവാൻ തന്നെ അല്ലേ ജോലിയൊക്കെ തന്നിട്ടുള്ളത്. ഭഗവാൻ തന്നിട്ടില്ലേ? ഭഗവാൻ തന്നെ അല്ലേ ഇതെല്ലാം അറിയാവുന്നത്. പിന്നെ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ പറയുന്നത്? എനിക്ക് ഭക്തിയൊക്കെ മനസ്സിലുണ്ട്, കുഴപ്പമൊന്നുമില്ല, വിളക്ക് കൊളുത്താൻ സമയം കിട്ടുന്നില്ല, അതൊക്കെ ഭഗവാൻ അറിയാം, ഭഗവാൻ എന്നോട് ക്ഷമിച്ചോളും. ഇതല്ലേ നമ്മുടെ എക്സ്ക്യൂസ്? ശരിയല്ലേ? ശരിയല്ലേ? യെസ് ഓർ നോ? പറയൂ. യെസ്. യെസ്. ഓക്കെ. മറ്റെന്തിനെങ്കിലും നമ്മൾ എക്സ്ക്യൂസ് പറയുന്നുണ്ടോ? നാളെ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്, ബർത്ത്ഡേ പോകണം, നമ്മൾ എക്സ്ക്യൂസ് എന്തെങ്കിലും പറയുമോ? ജോലിക്ക് പോയിട്ട് വന്നിട്ട് ക്ഷീണിച്ച് വന്നിരിക്കുക, ഞാൻ ഇന്ന് പോകുന്നില്ല എന്ന് പറയുമോ? അഭിനവ്? വേറൊരു ചിന്ത വരും, നമ്മൾ പോയില്ലെങ്കിൽ എന്ത് തോന്നും? പോയില്ലെങ്കിൽ എന്ത് തോന്നും? നാച്ചുറൽ. പോയില്ലെങ്കിൽ എന്ത് തോന്നും? അതുകൊണ്ട് നമുക്ക് അവിടെ വരെ പോകണം ഇല്ലേ? അപ്പൊ നമ്മൾ കമ്മിറ്റഡ് ആയി. ആരോട് കമ്മിറ്റഡ്? അവരോടുള്ളൊരു സ്നേഹം. പോയില്ലെങ്കിൽ എന്ത് തോന്നും? അവർ നമ്മളോട് എന്നും സഹകരിക്കുന്നല്ലേ, അവരും സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും. അപ്പൊ അൾട്ടിമേറ്റ് ആയിട്ട് ഭഗവാനോട് എക്സ്ക്യൂസ് പറയാൻ പറ്റും? ഭഗവാനല്ലേ ഇല്ല എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പൊ ഭഗവാനോട് എക്സ്ക്യൂസ് പറയാൻ പറ്റുമോ? 5 മിനിറ്റ് ഭഗവാന്റെ അടുത്ത് നിൽക്കണ്ടേ? ശരിയല്ലേ? ഇതാണ് നമ്മുടെ ലൈഫിൽ തോന്നുന്നത്. ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. അല്ല സോറി, ബ്രീത്ത് കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. 1 2 3 4 സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരി. അൺമ്യൂട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ചെല്ലാം. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരി. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരേ കൃഷ്ണ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരി. ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരി ഹരി. ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരി. ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരി ഹരി. ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരി ഹരി. ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരി. ഹരേ കൃഷ്ണ ഹരി ഹരി രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരി ഹരി. ഹരേ കൃഷ്ണ ഹരി ഹരി രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി രാമ ഹരി ഹരി. ഹരേ കൃഷ്ണ ഹരി ഹരി രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി രാമ ഹരി ഹരി. ഹരേ കൃഷ്ണ ഹരി ഹരി രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി രാമ ഹരി ഹരി. ഹരേ കൃഷ്ണ ഹരി ഹരി രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി രാമ ഹരി ഹരി. ഹരേ കൃഷ്ണ ഹരി ഹരി രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി രാമ ഹരി ഹരി. ഹരേ കൃഷ്ണ ഹരി ഹരി രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരി ഹരി രാമ ഹരി ഹരി.
ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. എത്ര ടൈം ആയി? എത്ര പ്രാവശ്യം എടുത്തു? എത്ര ബ്രീത്ത് കൗണ്ട് ഉണ്ടായിരുന്നു? 30. ഓക്കെ, നമ്മള് നിവർന്ന് നിന്നിട്ട് വേണം ചെയ്യാൻ. അപ്പം വേസ്റ്റ് ഒക്കെ നമുക്കൊരു ബലം കിട്ടും. ഓക്കെ, ബാക്ക് ഡിസ്ക് ഒക്കെ നമ്മൾ നേരെയാവും. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി ആരാണ് പാടാൻ പോകുന്നത്? ആര് പാടും? രാഖിരാശി പാടും. നമഃശിവായ മാദിയായ അക്ഷരങ്ങൾ കൊണ്ട് ഞാൻ ചൊരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും
മനസ്സിൽ വന്നതിപ്പതിനനുഗ്രഹിക്കവാണിയും നമ ശിവായ പാർവതീശ പാപനാശന ഹരേ. മനുഷ്യനായ എന്നിൽ വന്നു ഞാൻ പിറന്ന കാരണം മനപ്രസാദമില്ലെനിക്ക് വ്യാധി കൊന്തരിക്കലും. മുഴുത്തു വന്ന വ്യാധി വേറെടുത്തു ശാന്തി നൽകണേ നമ ശിവായ പാർവതീശ പാപനാശന ഹരേ. ശിവായ ശംഭുവൻ പദാരവിന്ദമോട് ചേരണേ ശിവാകൃപാകടാശമില്ലാതെ മറ്റൊരാശ്രയം. ശിവായ ശംഭുവൻ പദാരവിന്ദമോട് ചേരണേ നമ ശിവായ പാർവതീശ പാപനാശന ഹരേ. വലിയ മലകളെ വാമവാതി വെച്ചതും വഴിയെടുപ്പുപാതി ദേഹം കൊടുത്തതും വഴങ്ങേന്ദ്രമൗലിയിൽ ധരിച്ചതും നമ ശിവായ പാർവതീശ പാപനാശന ഹരേ. യമൻ വരുന്ന നേരം അങ്ങേനിക്കു പേടി പോകുവാൻ ഇഴിഞ്ഞ യമനെ ഒന്ന് നോക്കണേ. ദേഹം നമ ശിവായ പാർവതീശ. ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി ആര് പാടും? ആദ്യ പാടാമോ? അനബി പാടിക്കോ. അപ്പൊ പ്രത്യേകം ആദ്യം എടുത്തു. ഓക്കെ, അനബി പാടിക്കോ. അനബി പാടും. മ്യൂട്ടാണ്. ആദ്യം ആരാണ് ചെയ്യണ്ടേ? അനബി. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരും. ആദ്യം 1 മിനിറ്റ് പറഞ്ഞു, അപ്പഴത്തെ ആദ്യം കേട്ടാവും. ഓക്കെ. 3, 2, 1, go. ശ്രീ കരുണ സാഗര കരിവദന ലംബോദര ലഘുമികര അംബാസുത അമര വിനുത ലംബോദര ലഘുമികര സിദ്ധചാരണ ഗണസേവിത സിദ്ധിവിനായക തേ നമോ നമോ. സകല വിദ്യാ പൂജിത സർവോത്തമ തേ നമോ നമോ. ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ആദ്യമായിട്ട് വിടുന്നു. താങ്ക് യു, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇതൊക്കെ നമ്മൾ പാടുന്നത് നമ്മൾ മാത്രം കേട്ടാൽ മതിയോ? നമ്മൾ ഒരുപാട് പേരെ കേൾപ്പിക്കണ്ടേ? അപ്പൊ ഒരുപാട് ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരണം വെള്ളിയാഴ്ച രാവിലെ, കേട്ടോ. എന്നാലല്ലേ എല്ലാവരും കേൾക്കണ്ടേ? ഹരേ കൃഷ്ണ. ഓക്കെ. ആദ്യ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. എന്തു പറയും ഞാൻ, എന്തു പറയും ഞാൻ എന്റെ ഭഗവാനോട്, എന്തു പറയും ഞാൻ? ഒന്നും പറയാതെ ഒക്കെ അറിഞ്ഞോളും നിൻ പരിതാപങ്ങൾ ഒക്കെയും തീർത്തോളും. എന്തു ചോദിക്കും ഞാൻ, എന്തു ചോദിക്കും ഞാൻ എന്റെ ഭഗവാനോട്, എന്തു ചോദിക്കും ഞാൻ? ഒന്നും ചോദിക്കാതെ ഒക്കെയും തന്നോളും നിന്റെ അഭിഷ്ടങ്ങൾ ഒക്കെയും നടന്നോളും. കുഷ്ഠവിതാരത്താൽ കൂനി നടന്നപ്പോൾ അർച്ചനനെ തൊട്ടാൽ കൂനു നിവർത്തി.
മാറ്റിക്കൊടുത്തില്ലേ. എന്തു പറയും ഞാൻ, എന്തു പറയും ഞാൻ, എന്റെ ഭഗവാനോട് എന്തു പറയും ഞാൻ. ഒന്നും പറയാതെ ഒക്കെ അറിഞ്ഞോളും നിൻ പരിതാപങ്ങൾ ഒക്കെയും തീർന്നോളും. വാതരോഗം വന്ന് ഭട്ടതിരപ്പാടിൻ വേദവിഷാദങ്ങൾ മാറ്റിക്കൊടുത്തില്ലേ. വാതരോഗം വന്ന് ഭട്ടതിരപ്പാടിൻ വേദവിഷാദങ്ങൾ മാറ്റിക്കൊടുത്തില്ലേ. സന്തതിയില്ലാതെ പൂന്താനം കേണപ്പോൾ സന്താപം തീർക്കാനായി സന്തതിയായില്ലേ. എന്തു പറയും ഞാൻ, എന്തു പറയും ഞാൻ, എന്റെ ഭഗവാനോട് എന്തു പറയും ഞാൻ. ഒന്നും പറയാതെ ഒക്കെ അറിഞ്ഞോളും നിൻ പരിതാപങ്ങൾ ഒക്കെയും തീർന്നോളും. എന്തു ചോദിക്കും ഞാൻ, എന്തു ചോദിക്കും ഞാൻ, എന്റെ ഭഗവാനോട് എന്തു ചോദിക്കും ഞാൻ. ഒന്നും ചോദിക്കാതെ ഒക്കെയും തന്നോളും നിന്റെ അഭിഷ്ടങ്ങൾ ഒക്കെ നടന്നോളും. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്ത് ചോദിക്കും? ഒന്നും ചോദിക്കണ്ട. ചോദിക്കാതെ തന്നെ എല്ലാ വിഷമവും മാറ്റും. ചോദിക്കാതെ തന്നെ എല്ലാം നമുക്ക് തരും. അതാണ് ഭഗവാൻ. പക്ഷെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വിളിക്കണം. മഹാദേവര് ഭാഗവത്തില് 4-ാമത്തെ സ്കന്ധത്തിൽ മഹാദേവര് രുദ്രഗീതം എന്ന് പറഞ്ഞൊരു മന്ത്രം എഴുതിയിട്ടുണ്ട്. ആ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ മഹാദേവർ തന്നെ പറയും, ഈ മന്ത്രം ചെല്ലുന്നവൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ കിട്ടും എന്ന് പറയും. മഹാദേവർ തന്നെ ഉറപ്പിച്ച് പറയും. അത് വിഷ്ണുവിനെ തൃപ്തിയാക്കാനുള്ള മന്ത്രമാണ്. അപ്പം അത് ചൊല്ലുന്ന മാത്രമേ തന്നെ നമ്മൾ ഒന്നും പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം മാത്രം, നമ്മൾ ഇതെല്ലാം പഠിക്കണം. പഠിച്ചെങ്കിലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്കൂളിൽ പോയെങ്കിലല്ലേ സ്കൂളിലെ സിലബസ് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സ്കൂളിൽ പോയാത്ത ഒരാൾ പറയാണ്, ഓ അതൊക്കെ എന്തോന്ന് കാര്യം, അതിനകത്തൊന്നും കാര്യമില്ല, സ്കൂളിലൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല എന്ന് സ്കൂളിൽ പോകാത്ത പഠിച്ചിട്ടില്ലാത്ത ഒരാൾ പറയുമ്പം പഠിച്ച് നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുന്നത്? സ്കൂളിൽ പോകുന്ന നിങ്ങൾ എന്ത് പറയും? മറുപടി പറയും. എന്താ ആൻസർ പറയും? മ്യൂട്ടാണ്. പ്രഭു, എന്റെ സ്കൂളിൽ പോകുന്ന അറിവ് കിട്ടാനാണ് പറയുന്നത്. അപ്പൊ ആള് പറയാ പിന്നെ ഈ നിങ്ങൾ പോയി സ്കൂളിൽ പോയതിന്റെ വിട്ട് പോയിട്ടാണോ ഞാൻ ഇവിടെ ജീവിക്കുന്നത്? ഞാനും ജീവിക്കുന്നില്ലേ, നിങ്ങളെക്കാട്ടേക്ക് അറിവ് എനിക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? സമാധാനം ഉണ്ടാവത്തില്ല. ഓക്കെ, പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കറിയാവുന്ന ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. എന്ത് ചോദിക്കും? 1 minute. Differences between infrasonic and ultrasonic sound waves, or a plus b the whole square is equal to what? ഇത് ചോദിക്കുമ്പോൾ എന്തായാലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇതൊന്നും അങ്ങേക്ക് അറിയത്തില്ല. അദ്ദേഹം പറയാണ്, എനിക്കിതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജീവിക്കുന്നു, ഞാൻ 3 നേരവും ആഹാരം കഴിക്കുന്നുണ്ട്, സ്കൂളിൽ പോയിട്ടാണോ എന്ന് ചോദിച്ചു എന്ത് ചെയ്യും? പ്രഭു, ചില ജോലികൾക്ക് എന്തുവാ പഠിത്തത്തിന്റെ ആവശ്യമില്ല. ഒരു നമ്മുടെ എന്തുവാ ഡിഗ്രി ഒന്നും നോക്കാതെ ജോലികളൊക്കെ എടുക്കാറുണ്ട്. കാശ് കിട്ടും, പക്ഷെ വർക്ക് ചെയ്യാൻ ആൾക്കൊന്നും കിട്ടത്തില്ല. കാരണം പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. ഇപ്പൊ ഈ A+, B+, C+ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും അറിയാം. ഇന്ന് പറയുന്നത് പോലെ നമ്മളിത് വായിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ, നമ്മളിങ്ങനെ എല്ലാ ആഴ്ചയും ഇവിടെ വരുന്നുണ്ട്, അങ്ങനെ വായിച്ച് ഭഗവാനെ പറ്റി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്താണ് ചെയ്യേണ്ടതെന്ന്, ഇല്ലേ? അപ്പം എഡ്യൂക്കേഷൻ ഈസ് മസ്റ്റ്. സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ആൻഡ് മെറ്റീരിയൽ എഡ്യൂക്കേഷൻ ബോത്ത് ആർ മസ്റ്റ്, ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഈസ് വെരി 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 ഹൈ ഇമ്പോർട്ടൻറ്റ്.
ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്നിവിടെ നിൽക്കാം അല്ലേ? ഇന്നത്തെ പാർട്ട് ഇവിടെ നിർത്താം. വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. ഒരു ചെറിയൊരു ഫാക്ട്, ചെറിയ ഫാക്ട് ബിഫോർ കൗണ്ട്. നമ്മൾ ഇന്നിപ്പോ ബ്രീത്ത് കൗണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഐ വാസ് ജസ്റ്റ് റിസർച്ചിങ് അബൌട്ട് ഇൻക്രീസിങ് IQ എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് സ്റ്റഡീസ്. IQ എന്ന് വെച്ചാൽ ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും കണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ, ലൈക്ക് റിഡിൽസ് അവരുടെ സോറി എല്ലാരും കാണണ്ടേ? 1 മിനിറ്റ് എന്തോ സെറ്റിംഗ് ലാപ്ടോപ്പ് തിരിഞ്ഞിരിക്കുക. സോ നോട്ട് ലാപ്ടോപ്പ് അല്ല, വീഡിയോ തിരിച്ചിരിക്കുക. So IQ is intelligence quotient. അതെങ്ങനെ ഇൻക്രീസ് ചെയ്യാം ഫോർ ലൈക്ക് പോലർ ഡിറ്റക്റ്റീവ്സ് ലൈക്ക് ദാറ്റ്? ആ ഇതിൽ IQ വേണം. സോ എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ നോക്കിയാണ്. അപ്പൊ ഐ ഫൗണ്ട് ദാറ്റ് മെഡിറ്റേഷൻ is far more important than anything in IQ. And what we do is that നമ്മൾ എന്നും every Friday and Saturday for me, so we meditate. അത് നമ്മുടെ IQ it will increase a lot, like ഒരു ചെറിയ ലെവലിൽ നിന്ന് വലിയ ലെവലിലോട്ടാവും. മോർ ദാൻ ലൈക്ക് ഫിസിക്കൽ എക്സസൈസസ് IQ ഇൻക്രീസ് ചെയ്യുന്നത് മെന്റലി മെഡിറ്റേഷൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദേവദർശ് ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഒന്നുമില്ല. ഓക്കെ, ഗോവിന്ദ്. അചൽ കൃഷ്ണൻ. എല്ലാവരുടെയും ബർത്ത്ഡേയും അച്ഛന്റെ പിറന്നാളും വിവാഹ വാർഷികവും വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും സീറ്റ് കിട്ടിയോ? പ്രഭു എന്റെ ബർത്ത്ഡേ സൺഡേ ബർത്ത്ഡേ ആണ് ദേവദർശിന്റെ അല്ലേ? ദേവദർശിന്റെ ബർത്ത്ഡേ സൺഡേ ആണ്. നമുക്ക് ഇൻ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറയാം. സീറ്റ് എന്ന് കൊണ്ടുവരും? അടുത്ത ആഴ്ച കൊണ്ടുവരും. ഓക്കെ, ഓൺലൈനിലോ? ഈ സൂമിന്റെ കോഡിംഗ് കഴിക്കാൻ. ഓക്കെ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു ദേവദർശ്. കൃഷ്ണ ബ്ലസ് യു. ഓക്കെ, നമുക്ക് 3 പ്രാവശ്യം ദേവദർശന് വേണ്ടിയിട്ട് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പ്രീതമാതാജി ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. എന്തുണ്ട് വിശേഷം? പറയൂ. ഈ കുട്ടികളടുത്ത് പറയാനൊക്കെ എന്തുണ്ട്? പറയൂ. കുട്ടികളടുത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഫ്ലൈറ്റിൽ വന്നപ്പോഴത്തേക്ക് നാട്ടിൽ പോയിട്ട് വരുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക്